ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുത്തതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തണുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതിന് ഞാൻ കുറച്ച് ഏത്തയ്ക്ക എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെല്ലാം നല്ല ഈവനായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കോട്ടിങ്ങാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കതൊന്ന് കോട്ടിങ് ചെയ്യുമ്പോൾ കാണാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുത്തിരിക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് തേച്ചെടുക്കാം. ഇത് കുഴയ്ക്കും തോറും നല്ല ഏത്തയ്ക്കാപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കും തോറും ഏത്തയ്ക്കാപ്പം നല്ല മൊരിഞ്ഞു വരും. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. ഇനിയും കൈ കൊണ്ട് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കാം. എത്ര നേരം നല്ലപോലെ പതപ്പിച്ചെടുക്കുന്നോ അത്രയും ഈ മാവ് നല്ല ക്രിസ്പി ആയിട്ട് വരും. നന്നായിട്ട് നമുക്ക് പതച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ ഈ മാവ് തേച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു കളറിന് വേണ്ടി. വീണ്ടും നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം തന്നെ ആ മാവ് നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ്. വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് ഇത് തേച്ചെടുക്കാം. മാവ് നന്നായിട്ട് നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ. നമുക്കിത് ഓരോന്നിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ചേർത്തതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കൂടെ വന്നേക്കുന്നത്. വെളുത്ത പഞ്ചസാരയാകുമ്പോൾ നല്ല മഞ്ഞ കളർ തന്നെ കിട്ടും. നന്നായിട്ടത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ആദ്യത്തെ നമ്മൾ കോരിയെടുത്തു. നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അടുത്തതും കൂടെ നമുക്ക് കോരിയെടുക്കുന്ന കാണാം. ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം നമ്മൾ മുഴുവനും അങ്ങനെ പൊരിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കതും കൂടെ കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.